ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നമ്മുടെ സച്ചി ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ, അതും പള്ളിയിലോ അമ്പലത്തിലോ ഒന്നും പോയല്ല, വഴിയിൽ കിടക്കുന്ന ഒരു വിഘ്നേശ്വരന്റെ വിഗ്രഹത്തിന് മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും നമ്മുടെ സച്ചിയുടെ വിഘ്നങ്ങളൊക്കെ തീരാൻ വേണ്ടി ആയിരിക്കാം ആ ഒരു വിഗ്രഹം അവിടെ കണ്ടതും നമ്മുടെ സച്ചി ആ വിഗ്രഹത്തെ തൊഴുത് നിന്ന് പ്രാർത്ഥിച്ചതും. ഏതായാലും ആ ഒരു സമയത്ത് തന്നെ വിഘ്നേശ്വരൻ അവതരിക്കുന്നത് പോലെ തന്നെ പെട്ടെന്നൊരു ഫോൺ കോൾ വരികയാണ്. ആ ഫോൺ കോൾ വന്നതും സച്ചി എടുക്കുകയാണ് കേട്ടോ. വേറൊന്നുമല്ല, ആ ഫോൺ കോൾ വർക്ക്ഷോപ്പിൽ നിന്നായിരുന്നു. അങ്ങനെ വർക്ക്ഷോപ്പിൽ നിന്ന് അവിടത്തെ ഒരു തൊഴിലാളി വിളിക്കുകയാണ്, സച്ചിയേട്ടന്റെ വണ്ടി പണിതിട്ടിട്ടുണ്ട്, ഏതായാലും വണ്ടിയുടെ കണ്ടീഷനൊക്കെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ, അപ്പൊ പെട്ടെന്ന് എടുത്തോണ്ട് പോക്കും. ഇവിടെ ഇപ്പൊ കച്ചവടം നടക്കുന്ന മട്ട, സച്ചിയേട്ടന്റെ വണ്ടി കണ്ടിട്ട് കുറെ പേര് ഇങ്ങനെ വിൽക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴാണ് നമ്മുടെ സച്ചിക്ക് പെട്ടെന്ന് ആ ഒരു ബുദ്ധി തോന്നിയത്. ഏതായാലും തന്റെ അച്ഛനേക്കാളും വലുതൊന്നും അല്ലല്ലോ ഈ പറയുന്ന വണ്ടിയും കാറൊക്കെ. ഏതായാലും നമ്മുടെ സച്ചി, എങ്കിൽ പിന്നെ ഞാൻ ഇപ്പൊ വരാം, നീ ഒരു കാര്യം നീ ഫോൺ വെച്ച ഞാൻ വരുവാന്ന് പറഞ്ഞു. ഏതായാലും സച്ചി ഫോൺ വെച്ചിട്ട് നേരെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. സച്ചിക്ക് എന്താ പറയാ, ദൈവം കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടുക എന്നൊക്കെ പറയുന്നില്ല, അതുപോലെയാണ് സത്യം പറഞ്ഞ സച്ചി ആ ഒരു ഫോൺ കോളിനെ കാണുന്നത്. പൈസയ്ക്ക് ആവശ്യമായിട്ട് ഇരിക്കുമായിരുന്നു, പൈസ എങ്ങനെ ഉണ്ടാക്കണമെന്നറിയാതെ ഇരിക്കുമ്പോഴാണല്ലോ ആ ഒരു ഫോൺ കോൾ വരുന്നത്. അങ്ങനെ എന്റെ വിഘ്നേശ്വര, നീ എന്നെ കാത്തല്ലോ എന്നും പറഞ്ഞാണ് നമ്മുടെ സച്ചി അവിടുന്ന് പോകുന്നത്. നമ്മുടെ സച്ചി വർക്ക്ഷോപ്പിലേക്ക് പോകുന്നു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവു ശ്രീകാന്തിനെ എല്ലാ കാര്യങ്ങളും വിളിച്ച് അറിയിക്കുകയാണ് കേട്ടോ. ഏതായാലും സ്വന്തം അച്ഛനാണല്ലോ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്നത്, അപ്പൊ നമ്മുടെ ശ്രീകാന്തിനെ വിളിച്ച് അറിയിച്ചില്ലെങ്കിൽ ശരിയല്ലല്ലോ. അതും ശ്രീകാന്ത് കാരണമൊക്കെയാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ദേവു പെട്ടെന്ന് ശ്രീകാന്തിനെ വിളിക്കുകയാണ്. അങ്ങനെ ശ്രീകാന്ത് ദേവുവിന്റെ ഫോൺ കണ്ടതും പെട്ടെന്ന് എടുത്തിട്ട്, എന്താ ദേവു എന്നിങ്ങനെ ചോദിച്ചപ്പം, നീ ഇവിടുത്തെ വിശേഷങ്ങൾ വല്ലതും അറിഞ്ഞോന്ന് ചോദിച്ചു. അവിടുത്തെ എന്ത് വിശേഷം ഞാൻ അറിയാനാ, എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലല്ലേ, എന്നെ വന്നിട്ട് വീട്ടിൽ പോലും കയറ്റുന്നില്ലല്ലോ, ആ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നീ കണ്ടതല്ലേ, സച്ചേട്ടൻ വന്ന് എന്നെ ഒരുപാട് തല്ലി, സച്ചേട്ടൻ തല്ലാതെ നിന്റെ എന്നാ സച്ചേട്ടൻ പിടിച്ച് ഉമ്മ വെക്കണോ, ദേ ശ്രീകാന്തെ, നീ കാരണം നിന്റെ അച്ഛൻ ഇപ്പം വല്ലാത്തൊരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്, അറിയാമോ നിനക്ക്, നിന്റെ അച്ഛൻ ഹോസ്പിറ്റലിലാ. എന്താ ദേവു പറയുന്നത്, എന്റെ അച്ഛൻ ഹോസ്പിറ്റലിലോ? ആ, നിന്റെ അച്ഛൻ ഹോസ്പിറ്റലിലാ ഉള്ളത്, നിന്റെ അച്ഛന് 3 ബ്ലോക്ക് ഉണ്ട്, പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണമെന്നൊക്കെയാ പറയുന്നത്, അതിന് ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല, ഏടത്തിക്കെന്നല്ല കേട്ടോ, ചേച്ചിക്കും അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാ, ആ ഒരു അവസ്ഥയാ ചേച്ചിക്കുള്ളത്, അറിയാലോ, നീ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, എന്റെ ചേച്ചിയുടെ ജീവിതം വരെ നശിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടാന്ന്, എന്തിനാ എന്റെ ചേച്ചിനെ ഈ ഒരു അവസ്ഥയിലാക്കിയത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ശ്രീകാന്ത്, എടി നീ അച്ഛന്റെ കാര്യമൊന്നും പറ, എന്റെ അച്ഛന് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലെ, നിന്റെ അച്ഛന് പ്രശ്നമുണ്ടോ ഇല്ലോ എന്ന് അറിയാനേ നീ ഹോസ്പിറ്റലിൽ പോണം. ഹോസ്പിറ്റലിൽ പോയാലും നിന്നെ കേട്ടില്ലല്ലോ, ഏതായാലും നിനക്ക് മതിയായല്ലോ, നിനക്ക് എല്ലാവരെയും വേദനിപ്പിച്ചപ്പം നിനക്ക് തൃപ്തിയായല്ലോ, ഏതായാലും നിന്റെ അച്ഛനാണല്ലോ, ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാന്ന് കരുതി എന്റെ നല്ല മനസ്സിന് വിളിച്ച് ഞാൻ പറഞ്ഞതാ, അല്ലെങ്കിൽ എന്റെ നല്ല മനസ്സാണല്ലോ ഇതെല്ലാം സംഭവിക്കാൻ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവു ഫോൺ കട്ട് ചെയ്തു കേട്ടോ. ഇത് കുറച്ച് മുക്കിലും മൂലയിലും ഒക്കെ കേൾക്കുകയും ചെയ്തു. ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞു രവീന്ദ്രൻ. വല്ലാത്തൊരവസ്ഥയില് ശ്രീകാന്ത് അങ്ങ് തുടങ്ങിയില്ലേ, ശ്രീകാന്ത് കരയാൻ അങ്ങ് തുടങ്ങി. അയ്യോ, എന്റെ അച്ഛന് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും വർഷ ചോദിച്ചു, എന്താടാ പ്രശ്നം, എന്താ പറ. അത് പിന്നെ വേറൊന്നുമല്ല, എന്റെ അച്ഛൻ ഹോസ്പിറ്റലിലാ ഉള്ളത്, കണ്ടില്ലേടി, ഞാൻ പറഞ്ഞതല്ലേ ഇതൊക്കെ ഇങ്ങനെ വന്ന് അവസാനിക്കത്തുള്ളൂ എന്ന് എനിക്ക് അറിയായിരുന്നു. എന്റെ അച്ഛൻ ഹോസ്പിറ്റലില്, ഞാൻ കാരണം എനിക്കിപ്പം എന്റെ അച്ഛനെ കാണണം, എന്റെ അച്ഛനെ എനിക്ക് കണ്ടേ പറ്റൂ, ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ പോവാ, എന്റെ അച്ഛനെ എനിക്ക് കാണണം, വർഷ എനിക്ക് കാണണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു കാര്യം ചെയ്യുക, ഏതായാലും ഈ ഒരു അവസ്ഥയിൽ നിന്നെ കാണിക്കാതിരിക്കത്തൊന്നുമില്ല, നീ ഒരു കാര്യം ചെയ്യുക, പൊക്കോ, ഞാൻ ഏതായാലും വരുന്നില്ല, ഞാനും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ വഷളായി പോവും, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, നീ പൊക്കോ ശ്രീകാന്ത് എന്ന് പറഞ്ഞ് ശ്രീകാന്തിനെ വർഷ തന്നെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഏതായാലും രണ്ടും കൽപ്പിച്ച് നമ്മുടെ ശ്രീകാന്ത് അച്ഛനെ കാണണമല്ലോ, ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പം സ്വന്തം മകൻ കാണാതെ പിന്നെ ആര് കാണാനാണ്, അതും ശ്രീകാന്തിലൂടെയാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നറിയുമ്പോൾ സത്യത്തിൽ ശ്രീകാന്തിന് കുറ്റബോധം കൊണ്ട് എന്താ പറയുക, ചങ്ക് പൊട്ടുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ശ്രീകാന്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു.
പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് സച്ചി എത്തുന്നതാണ്. അങ്ങനെ വർക്ക്ഷോപ്പിൽ സച്ചി ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഏതായാലും കാറ് കുറെ പേര് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്, എങ്കിൽ പിന്നെ ഞാൻ കാറ് വിൽക്കാൻ എനിക്ക് സമ്മതമാ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവരൊക്കെ അതിശയിച്ചു പോയിട്ടോ. സച്ചി നീ എന്താ പറയുന്നത്, കാറ് വിൽക്കാൻ സമ്മതമാണെന്നോ? ഇവിടെ പണി തീരുന്നില്ലേ എന്നും പറഞ്ഞ് നീ എടുത്തോണ്ട് പോകാൻ കാത്തിരുന്ന് നിനക്ക് ഇത് എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പം അത് പിന്നെ എൻ്റെ അച്ഛൻ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഉള്ളത്. എൻ്റെ അച്ഛന് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛൻ ഇപ്പം ഹോസ്പിറ്റലിലാണ്, 3 ബ്ലോക്കാണ് ഉള്ളത്, പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണമെന്നാണ് പറഞ്ഞത്. അതിനിപ്പം ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല. അപ്പം പിന്നെ ഈ കാറിന് വിറ്റ് കിട്ടുന്ന പൈസ അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വേറെ ഒന്നും എൻ്റെ മുമ്പിലില്ല, വേറെ ഒരു വഴിയും തെളിയുന്നില്ല. അതുകൊണ്ട് പ്ലീസ് ഈ കാർ എടുക്കണം, പ്ലീസ് ഞാൻ കാല് പിടിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു, അയ്യോ സച്ചി ഇതൊന്നും വേണ്ട, നീ ഒരു കാര്യം ചെയ്യാം, നിനക്ക് ഇപ്പം തന്നെ ഞാൻ പൈസ തന്നേക്കാം, നീ പൈസയും കൊണ്ട് പോ, നീ പോയിട്ട് ആദ്യം നീ നിന്റെ അച്ഛൻ്റെ ഓപ്പറേഷനൊക്കെ ചെയ്യാം, എന്നിട്ട് ബാക്കി കാര്യം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, നീ പെട്ടെന്ന് പോകാൻ പറഞ്ഞു. സച്ചിക്ക് ഉയിര് വീണ പോലെയാണ്. സച്ചി അങ്ങനെ ആ പൈസയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഈ സമയം ഹോസ്പിറ്റൽ കാണിക്കുകയാണ്. ഹോസ്പിറ്റലിലാണ് ഡോക്ടർ പറയുകയാണ് കാര്യങ്ങളൊക്കെ കുറച്ച് വഷള് തന്നെയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ പണം കെട്ടിവെക്കണമെന്ന് പറഞ്ഞതല്ലേ, ഇതുവരെ എന്താ പണം കെട്ടി വെക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ പോയേക്കോ, പൈസയ്ക്ക് വേണ്ടി പോയേക്കോ, ഇപ്പൊ വരുന്ന നമ്മുടെ ശ്രുതിയും കൂടെ പറയും. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്കാണെങ്കിൽ ഭയങ്കര കരച്ചില്ല. ചന്ദ്രയാണെങ്കിൽ ചങ്ക് പൊട്ടി കരയുന്നു. നമ്മുടെ രവീന്ദ്രന്റെ കൂട്ടുകാരൻ ചന്ദ്രൻ നീ കരയാതിരിക്കും, സച്ചി പൈസയായിട്ട് വരുമെന്നൊക്കെ പറയാം. ഇതിനിടയിൽ നമ്മുടെ ചന്ദ്ര പിന്നെയും ചെന്ന് ശ്രുതിയോട് പറയുന്നുണ്ട്, മോളെ നീ നിന്റെ അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കിയിട്ട് പൈസ കിട്ടുവാണെങ്കിൽ ഇപ്പൊ തന്നെ ഓപ്പറേഷൻ നടത്താമല്ലോ മോളെ എന്ന് പറയുമ്പം അത് പിന്നെ ആന്റി ഞാൻ അച്ഛനെ ഒരുപാട് തവണ വിളിച്ചു, പക്ഷെ അച്ഛൻ ഫോൺ എടുക്കുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയാണ്, എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യാം, ബ്യൂട്ടി പാർലർ, അത് ഞാൻ പറഞ്ഞതല്ലേ ശ്രുതി, വീണ്ടും അത് പറയേണ്ട കാര്യമുണ്ടോ, അതങ്ങനെ പെട്ടെന്ന് വിൽക്കുകയും കച്ചവടം നടക്കുകയും പറ്റുന്ന കാര്യമൊന്നുമല്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രാക്ടിക്കലായിട്ട് എന്താണെന്ന് വെച്ചാൽ ചിന്തിക്കാൻ പറഞ്ഞു. നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വന്നു കേട്ടോ. കാരണം ശ്രുതിക്ക് അപ്പം ദേഷ്യപ്പെട്ടില്ലെങ്കിൽ വേറെ ഒന്നും എന്താ പറയുക, നമ്മൾ ഈ കള്ളത്തരമൊക്കെ കാണിച്ചിട്ട് കള്ളത്തരം പിടിച്ചു കഴിയുമ്പോൾ പിന്നെ അപ്പം തന്നെ ദേഷ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. അപ്പോൾ അതുപോലെ ആ ഒരു ദേഷ്യപ്പെടൽ പെട്ടില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതിക്ക് ഉത്തരവില്ല പറയാൻ. അപ്പം അതുകൊണ്ടാണ് ശ്രുതി ദേഷ്യപ്പെട്ടത്. ഈ സമയം നമ്മുടെ സച്ചി പൈസയുമായിട്ട് ഹോസ്പിറ്റലിൽ എത്തുകയാണ് കേട്ടോ. സച്ചിനെ കണ്ടതും ഓടി ചെല്ലുകയാണ്. ചന്ദ്രയും ശ്രുതിയും ഒക്കെ ഓടി ചെന്നിട്ട് പൈസ റെഡിയായോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പൈസ റെഡിയായിട്ടുണ്ട്, പൈസ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പൈസ ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് പൈസ ഇങ്ങനെ നമ്മുടെ ചന്ദ്രനെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഈശ്വര ഡോക്ടർ ഇപ്പം വന്ന് ചോദിച്ചതുള്ളൂ, നീ പെട്ടെന്ന് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ശ്രുതി പറഞ്ഞു, ഇതിപ്പം ഇവിടെ ഓപ്പറേഷന് പറഞ്ഞ പൈസയല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ ബാക്കി മരുന്ന് മേടിക്കാനും അതിനൊക്കെ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര അത് പിന്നെ സച്ചിനി നിൽക്കുക, വേറൊന്നും എൻ്റെ കയ്യിലില്ല, എൻ്റെ രവിയേട്ടനെ രക്ഷിക്കാൻ ഇനി ഇത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞ് കൈ കിടന്ന വളയും മാലയും എല്ലാം നമ്മുടെ സച്ചിക്ക് ഊരി കൊടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് വേറൊരു നിവർത്തിയില്ലായിരുന്നു. ശ്രുതി എന്ത് ചെയ്തു, ശ്രുതിയുടെ കഴുത്തിൽ കിടന്ന മാലയും ഊരി കൊടുക്കുകയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും വലുത് തന്നെയാണല്ലോ. ഇപ്പോൾ ഒരു ഗ്രാമിൻ്റെ കിട്ടിയാലും അത്രയും വലുത് തന്നെയാണ് ആ ഒരു ഹോസ്പിറ്റലിൽ ആ ഒരു സിറ്റുവേഷനിലൊക്കെ എത്തുമ്പോഴത്തേക്കും. ഏതായാലും സച്ചി ഇത് കൊണ്ട് വിൽക്കാൻ പോയി, വിറ്റ് ഏതായാലും ഓപ്പറേഷനൊക്കെ നടത്താൻ വേണ്ടി എല്ലാം ഏർപ്പാട് ചെയ്യുകയാണ്. ഇതിനിടയിൽ നമ്മുടെ രേവതി വീട്ടിലല്ല ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. നമ്മുടെ ലക്ഷ്മിയോടും ദേവുവിനോടും പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ പോകാന്ന്. അവർ തടഞ്ഞു കേട്ടോ, പോകണ്ടെന്നൊക്കെ പറഞ്ഞ് തടഞ്ഞു. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയാലോ. പക്ഷേ നമ്മുടെ രേവതിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ഏതായാലും രേവതി ഇതൊക്കെ മാറി നിന്ന് ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട് നമ്മുടെ സച്ചി പൈസ കൊണ്ട് കൊടുക്കുന്നതും എന്താ പറയുക ചന്ദ്രമാല ഊരി കൊടുക്കുന്നതും ഒക്കെ. അങ്ങനെ നമ്മുടെ രേവതി മാറി നിന്നിട്ട് എനിക്കിതിനൊന്നും സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ എന്താ ഈശ്വര ചെയ്യേണ്ടത്, ഇതിനൊന്നും എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മനസ്സിലിങ്ങനെ പറയുകയാണ് നമ്മുടെ രേവതി. അപ്പോൾ രേവതിയുടെ കയ്യിൽ ആ ഒരു ചരടുണ്ട് നമ്മുടെ രവീന്ദ്രന് കെട്ടിക്കൊടുക്കാനായിട്ട്. ആ ഒരു ചരട് സ്വാമിജി കൊടുത്തല്ലോ, സ്വാമിനി അങ്ങനെ എങ്ങാണ്ട് നിങ്ങൾ പറഞ്ഞായിരുന്നു കമന്റിൽ, എന്തെങ്കിലും ആട്ടെ കൊടുത്തല്ലോ. ആ ഒരു സ്വാമിജി അത് കൊടുത്തത് കൊണ്ട് തന്നെ അതുകൊണ്ട് കെട്ടുവാണെങ്കിൽ നമുക്ക് പണം മാത്രം പോരാ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അസുഖം മാറാന് ഓപ്പറേഷനും മാത്രം പോരാ, അതിൻ്റെ കൂടെ പ്രാർത്ഥനയും കൂടെ നമുക്ക് ആവശ്യം ഉള്ള കാര്യം തന്നെ. ഇതെല്ലാം ഈക്വലായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. വിശ്വാസത്തിന് വിശ്വാസം, പണത്തിന് പണം, ഇതൊക്കെ വേണം. അപ്പം അതുകൊണ്ട് തന്നെ അത് കൈ കെട്ടിക്കൊടുക്കാൻ വേണ്ടി നമ്മുടെ രേവതി ഒരു അവസരം നോക്കി നിൽക്കുക. ഈ സമയമാണ് നമ്മുടെ ശ്രീകാന്ത് വരുന്നത്. ഏതായാലും ആ പൈസയൊക്കെ കെട്ടിവെക്കാൻ പോയ ആ ഒരു സമയത്ത് സച്ചി അവിടെ നിന്ന് മാറിയ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് വരികയാണ്. പറയാനുണ്ടോ, നമ്മുടെ ശ്രീകാന്ത് വന്നത് ചന്ദ്ര അങ്ങോട്ട് ചെന്നില്ല, നീ എന്തിനാടാ ഇങ്ങോട്ടേക്ക് വന്നത്, നീ കണ്ടോടാ നിന്റെ അച്ഛൻ കിടക്കുന്ന അവസ്ഥ, നീ കണ്ടോടാ, നീ എന്തിനാടാ ഈ മഹാപാപം ചെയ്തത്, ആ രേവതിയുടെ കൂടെ കൂടി നീ ഇത്രയൊക്കെ ചെയ്തു വെച്ചത് എന്തിനാടാ, നിന്റെ അച്ഛൻ അല്ലേടാന്ന് പറഞ്ഞു തുടങ്ങി. ഇത് കണ്ട് നമ്മുടെ ശ്രുതിയും വന്നിട്ട് കുത്തിനൊക്കെ പിടിച്ചിട്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോണം, നീ എന്നൊരു മൗന് എൻ്റെ അച്ഛനില്ല, ഞങ്ങൾക്ക് നീ എന്നൊരു സഹോദരനും ഇല്ല, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും
ശ്രീകാന്ത് പറയുക, പ്ലീസ് എനിക്ക് അച്ഛനെ ഒന്ന് കാണണം, അച്ഛൻ എന്താ പറ്റിയത് എനിക്ക് അറിയണം. അച്ഛൻ എന്താ പറ്റിയതെന്ന് നിനക്ക് അറിയണമല്ലേടാന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ചന്ദ്രൻ മെക്കിട്ട് കയറാൻ ചെന്നു. ഇതും കണ്ടുകൊണ്ടാണ് കേട്ടോ നമ്മുടെ സച്ചു വരുന്നത്. പിന്നെ പറയാനുണ്ടോ, ശ്രീകാന്തിനെ എടുത്തിട്ട് പോയിരിക്കത്തില്ലേ. സച്ചു വന്നിട്ട് നീ ആരാടാന്ന് ചോദിച്ചു. പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്തിന് എന്തോ പോലെ ആയി പോയിട്ടോ. നീ ആരാടാന്ന് ചോദിച്ചു. നീ എന്തിനാ ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ വന്നത്? നിനക്ക് ഈ ഹോസ്പിറ്റലിൽ വരാനും എന്റെ അച്ഛന് കാണുവാനുള്ള എന്ത് അവകാശമാണ് നിനക്കുള്ളത്? ഞാൻ പറഞ്ഞതല്ലേ, നീ മരിച്ചു. ഞങ്ങളുടെ കുടുംബത്തില് നീ ഇനി ഇല്ല. നീ ഇനി എന്റെ അച്ഛന്റെ മകനല്ല. നീ മരിച്ചതാന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനിങ്ങോട്ട് വന്നു? മര്യാദയ്ക്ക് ഇറങ്ങി പൊക്കോണം. നീ കാരണം, നീ ഒറ്റ ഒരുത്തം കാരണം ഇതൊക്കെ സംഭവിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്തിനെ അവിടെ നാട്ടി പായിക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം ഞാൻ ഒത്തിരി നീട്ടി വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ആ സീൻ കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ പറയും ചിന്നു കള്ളം പറഞ്ഞു എന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പം നാളെ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് വിശേഷം അവസാനിക്കുന്നത്. അപ്പം എല്ലാവരും മറക്കാതെ കാണുക. ദേ നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും വിശേഷം, നാളത്തെ വിശേഷം ഒരു 9:30 ആകുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതും കാണണം. കൂടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ID ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് മാക്സിമം കയറി കാണുക. കമൻറ്റ് ബോക്സിൽ ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.